ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകയില്ല. ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എൻ്റെ തൊണ്ട ഇടറുന്നുണ്ട് ദൈവമക്കളെ, കണ്ണു നിറയുന്നുണ്ട്. ആരും ശിക്ഷിക്കപ്പെടരുത് എന്ന വലിയ വേദന ഉള്ളിൽ തിങ്ങുന്നത് കൊണ്ടാണ് എൻ്റെ കണ്ണു നിറഞ്ഞതും എൻ്റെ കണ്ടമിടറിയതും. നിനക്ക് നിൻ്റെ വില അറിയാമോ കുഞ്ഞെ? നിനക്ക് നിൻ്റെ പദവി അറിയാമോ? നീ ആരാണെന്ന് നീ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കിത് ചെയ്യാൻ പറ്റുമോ? മദ്യപാനം മാത്രമല്ലല്ലോ ദൈവമക്കളെ, ഇന്നിപ്പോഴെന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആണും പെണ്ണും ഒരുപോലെ അശുദ്ധമായത് കണ്ട് ആസ്വദിച്ച് സോഷ്യൽ മീഡിയകളിലെ ഇരുണ്ട ചാനലുകളിലൂടെ, നീല ചാനലിലൂടെ സഞ്ചരിക്കുകയല്ലേ. അതിന് പ്രായഭേദമില്ലല്ലോ, ആൺപെൺ വ്യത്യാസമില്ലല്ലോ. എല്ലാവരും അവരുടെ സ്വകാര്യ ലോകത്തിരുന്ന് അതിനകത്ത് മുഴുകുകയല്ലേ. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് കാഴ്ചയാൽ മലിനപ്പെടാൻ പാടില്ല. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് കേൾവിയാൽ മലിനപ്പെടാൻ പാടില്ല. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് ഭക്ഷണത്താൽ പാനീയത്താൽ മലിനപ്പെടാൻ പാടില്ല. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. കൈകളുടെ ക്രയവിക്രയങ്ങളത് മലിനപ്പെടാൻ പാടില്ല. നീ നിൻ്റെ പദവിക്കൊത്തവണ്ണം ജീവിക്കണം. ഹല്ലേലൂയ. പാപത്തിൻ്റെ അടിമത്വത്തിൽപ്പെട്ട് പിശാചിൻ്റെ പല്ലിനും നഖത്തിനുമിടയിൽ പ്രാണവേദനയിൽ പിടഞ്ഞിരുന്ന എന്നെയും നിങ്ങളെയും പിശാചിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ദൈവമായ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് പാപത്തിൻ്റെ പ്രായശ്ചിത്തയാഗമായി കാൽവരിയിൽ കുരിശേറി, ഹല്ലേലൂയ, തൻ്റെ പരമയാഗത്താൽ നമുക്ക് പാപപരിഹാരം വരുത്തി. തൻ്റെ ചങ്കിലെ ചോരയാൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. ആമേൻ. ഇപ്പോൾ നാം നമ്മുടെ വകയല്ല, നാം ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അവകാശമാണ്. ആമേൻ.